എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. ഉണ്ടാക്കുന്നതും വളരെ വ്യത്യസ്തമായിട്ടാണ്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിൽ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്റ്റവ് കത്തിച്ചൊരു പാൻ സ്റ്റാലോട്ട് വെച്ച് കൊടുത്തു. ഇപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ. നെയ്യ് ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. തേങ്ങ നമ്മൾ 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്തു. ഇനി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഏത്തപ്പഴം അരിഞ്ഞെടുത്തതാണ്. ചെറിയ 2 ഏത്തപ്പഴമാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഏത്തപ്പഴം നല്ലതായിട്ടൊന്ന് വേകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പലഹാരത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് അവലാണ്. വെളുത്ത അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് അവൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് റവയാണ്. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. റവയും അവലും നമ്മൾ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 നുള്ളു ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ശർക്കരപ്പാനിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.25 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അരിച്ചെടുത്തതാണിത്. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടല്ലോ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് റവയും അവലും ഒക്കെ നല്ലതായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. ഇത് നമുക്ക് അടച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ ഈ പലഹാരം തയ്യാറാക്കുന്നത് വാഴയിലയിലാണ്. ഇതുപോലെ നീളത്തിൽ ഞാൻ വാഴയില എടുത്തിട്ടുണ്ട്. ഈ വാഴയില നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബോട്ടിലെടുത്തിട്ട് ഇലയുടെ അകത്തോട്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇലയുടെ താഴ്ഭാഗത്ത് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം ഈ ബോട്ടിൽ വെച്ച് കൊടുക്കാൻ കേട്ടോ. ഇതേ രീതിയിൽ നമ്മളിതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശം ഉണ്ടല്ലോ നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതേപോലെ നല്ലതായിട്ടൊന്ന് ചുരുട്ടിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. കെട്ടാൻ വേണ്ടി ഞാനിവിടെ വാഴയുടെ നാരാണ് എടുത്തിരിക്കുന്നത്. ഈ വാഴയുടെ നാര് വെച്ചിട്ട് നമുക്കിത് നല്ലതായിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. വാഴയുടെ നാര് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കെട്ടുന്ന സമയത്ത് പൊട്ടിപ്പോകത്തില്ല. നല്ലതായിട്ട് നമുക്ക് ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. നമ്മളിത് നല്ല രീതിയിലൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽ അങ്ങ് ഊരിയെടുക്കാം. ഇതേ രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ലീക്കായി പോകത്തില്ല. ഇതേ രീതിയിൽ നമുക്ക് അടുത്ത വാഴയിലയും കൂടെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഈ മാവ് കലക്കി വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതാ നോക്കി നല്ല കട്ടിയായിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കരപ്പാനി എല്ലാം ആ മാവിലോട്ട് പിടിച്ചിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് കുതിർന്നിട്ടുമുണ്ട്. ഇതുണ്ടല്ലോ നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാവും. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ടൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അരക്കപ്പ് വെള്ളം നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും തേങ്ങയും കൂടെ ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നേരത്തെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നു. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം.
ഈ പലഹാരം നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ 2 നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കൂടാതെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് വേണ്ട മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇലയിലോട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇല ഇതേ രീതിയിലൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിലോട്ട് മാവ് നിറയ്ക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം. ഇലയുടെ ഒരു 3/4 ഭാഗത്തോളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിന് മുകൾ വശം കൂടെ വാഴനാര് വെച്ചിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടിയെടുക്കണം. നമ്മൾ ദൂരയാത്രയൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇതേ രീതിയിൽ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കിക്കൊണ്ട് പോകാം. ഇലയ്ക്കകത്തിങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് പെട്ടെന്ന് ചീത്തയായി പോകത്തുമില്ല. അതുപോലെ നമ്മൾ ഇതിലോട്ട് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റി ചേർത്തുകൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസും ഇല്ല. അപ്പോൾ ഇതേ രീതിയിൽ നമ്മളിതൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. നമ്മുടെ ഈ പലഹാരം വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വെച്ച് കൊടുക്കാം. നമുക്കിനി ഈ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ ഒന്ന് അടച്ച് വെച്ചിട്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് 25 മിനിറ്റ് നേരെ ഇതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പലഹാരം വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ ഒരു ഈർക്കിൾ ഉപയോഗിച്ച് ഞാനൊന്ന് കുത്തി നോക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം. ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇലയൊന്ന് ഇളക്കി നോക്കാം. ഇതാ നോക്കിക്കേ, നമ്മുടെ ഈ പലഹാരം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നല്ല ഹെൽത്തിയുമായിട്ടുള്ള പലഹാരമാണ്. നമ്മൾ ഈ വാഴയിലയിലൊക്കെ വെച്ചുണ്ടാക്കിയത് കൊണ്ട് ഒന്നുകൂടി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.